നമസ്കാരം. പ്രധാന വാർത്തകൾ. പോലീസിനെ താക്കീതുമായി മുഖ്യമന്ത്രി. ക്രിമിനൽ സ്വഭാവമുള്ളവരുമായി ഒരു കാരണവശാലും കൂട്ടുകൂടരുത്. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർദ്ദേശം തൃശൂരിൽ നടന്ന സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് പ്രധാന പരിഗണനയെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പാലക്കാടിന്റെ റെയിൽവേ വികസനത്തിനായി നടത്തുന്നത് വലിയ പരിശ്രമം. പിറ്റ് ലൈൻ പദ്ധതി പൂർത്തിയാകുന്നതോടെ ജില്ലയിൽ റെയിൽവേ വികസനത്തിൽ കുതിപ്പുണ്ടാകുമെന്നും എം.പി. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെ വികസന പ്രവൃത്തികളും പെരുമുടിയൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണ പുരോഗതിയും എം.പി. സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. അടിപ്പാത മെയ് മാസത്തിൽ യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാനാകുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ. അതിദരിദ്ര പട്ടികയിൽ ഇന്ത്യ 106 സ്ഥാനത്താണെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം ബഹുദൂരം മുന്നിലാണെന്ന് കെ രാധാകൃഷ്ണൻ എം.പി. കേരളം ഭരിക്കുന്നത് വികസന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സർക്കാർ. പാലക്കാട്ട് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ സമ്മേളനം. അംഗനവാടി ജീവനക്കാരെയും ആശാവർക്കർമാരെയും സമൂഹത്തിന്റെ ജീവനാഡിയായാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ചില സംഘടനകൾ കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു. അവകാശ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ എന്നും നിന്നിട്ടുള്ളത് ഇടത് സംഘടനകളാണെന്നും EN സുരേഷ് ബാബു. പാലക്കാട്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CATU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ. വടക്കാഞ്ചേരിയിൽ ട്രെയിനിനടിയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വടക്കാഞ്ചേരി കൊടുമ്പ് സ്വദേശി 32 വയസ്സുള്ള മിഥുൻ. കൊണ്ടാഴി കരുവാൻപടിയിൽ ഇരുചക്രവാഹനം മരത്തിലിടിച്ച് മായന്നൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണി. ലക്കിടിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം നോക്കുകുത്തി. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം 12 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം അടഞ്ഞുകിടക്കുന്നത് പഞ്ചായത്തിലെ 9ാം വാർഡിൽ. വാർത്തകൾ വിശദമായി. പോലീസിനെ താക്കീതുമായി മുഖ്യമന്ത്രി. ക്രിമിനൽ സ്വഭാവമുള്ളവരുമായി കൂട്ടുകൂടരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ രാമവർമ്മപുരത്ത് പാസിംഗ് ഔട്ട് പരേഡിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉപദേശം. ക്രിമിനൽ സ്വഭാവം തൊഴിലാക്കിയവരുമായി കൂട്ടുകൂടുന്നത് പോലീസിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അടുത്ത കാലത്ത് ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ രാമവർമ്മപുരത്ത് നടന്ന ഇൻസ്പെക്ടർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ക്രിമിനൽ സ്വഭാവം തൊഴിലാക്കി മാറ്റിയവരും ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുമായി ചങ്ങാത്തം കൂടലോ പരസ്യമായി അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതാണ് എന്ന പ്രതീതി സൃഷ്ടിക്കലോ ഒരു തരത്തിലും പോലീസ് സേനയ്ക്ക് ചേർന്നതല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താനെത്തിയതായിരുന്നു എം.പി. അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പിയെ ഉൾപ്പെടുത്താൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വിവിധ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. എത്തിയത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വലിയ പരിഗണനയാണ് നൽകുന്നതെന്ന് എം.പി. പറഞ്ഞു. അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പിയെ ഉൾപ്പെടുത്താൻ നേരത്തെ തന്നെ റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതാണ്. ഇക്കാര്യങ്ങൾ തുടർന്നും റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം.പി. പറഞ്ഞു. പട്ടാമ്പിയിൽ റെയിൽവേ അടിപ്പാത ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാനുണ്ട്. പല ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കേണ്ട സാഹചര്യവുമുണ്ട്. അടുത്ത ബജറ്റിൽ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നും എം.പി. സൂചിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷനുണ്ടാവും. ഇത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മുഖ്യ അജണ്ട. അതുകൊണ്ട് അടുത്ത റെയിൽവേയുടെ ബഡ്ജറ്റ് യോഗത്തിൻ്റെ ചർച്ചയാണ് തിങ്കളാഴ്ച മുതൽ. തീർച്ചയായിട്ടും ബഡ്ജറ്റ് ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കാൻ പോകുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവും പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമാണ്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 റെയിൽവേ സ്റ്റേഷനുകളാണ്. അതിനുള്ള പ്രവർത്തനമാണ് ഇനിയുണ്ടാകുക. KR നാരായണസ്വാമി, CA സാജിദ്, CA റാസി, ET മുഹമ്മദ്, K ബഷീർ, ഉമ്മർ കീഴായൂർ, C സംഗീത തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും UDF കൗൺസിലർമാരും എം.പിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അതിദരിദ്ര പട്ടികയിൽ ഇന്ത്യ 106 സ്ഥാനത്താണെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളമാണ് മുന്നിലെന്ന് കെ രാധാകൃഷ്ണൻ എം.പി. വികസനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും എം.പി. പറഞ്ഞു. പാലക്കാട്ട് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന സർക്കാർ ആയതിനാലാണ് വികസനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തതെന്നും
കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഇടത് സർക്കാരിനെതിരെ കള്ളപ്രചാരവേലകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതിൽ അറിയാതെയാണെങ്കിലും പാർട്ടി അനുഭാവികളും അകപ്പെടുന്നുണ്ട്. ലോകരാജ്യ കണക്കെടുപ്പിൽ കേരളത്തിൽ കണ്ടെത്തിയ അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ സർക്കാർ വിവിധ കർമ്മപദ്ധതികൾ ആരംഭിച്ചു. കുടുംബ ബന്ധങ്ങൾ സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രമാവുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും MP പറഞ്ഞു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് KC പ്രവീൺ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ S അനിൽ ബാബു, K ഘോഷ്, C മിഥുൻ, സജി O വർഗീസ്, L സിന്ധുജ, PH വിനീത, IM സതീഷ്, A രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രവൃത്തി വിലയിരുത്താനായി VK ശ്രീകണ്ഠൻ MP സ്ഥലം സന്ദർശിച്ചു. മെയ് മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാകുമെന്ന് MP പറഞ്ഞു. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും SNG LP സ്കൂളിലേക്കും വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ആശ്രയിക്കുന്ന ഈ ഭാഗത്ത് റെയിൽവേ അടിപ്പാത വേണമെന്നത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. ഈ ആവശ്യമാണ് ഇപ്പോൾ നിറവേറുന്നത്. പ്രവൃത്തികൾ ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ടു. പ്രവൃത്തി വിലയിരുത്താനായി VK ശ്രീകണ്ഠൻ MP ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണ കമ്പനി അധികൃതരുമായി MP സംസാരിച്ചു. മാറി മാറി വന്ന PTA ഭാരവാഹികളും നാട്ടുകാരും ആക്ഷൻ കൗൺസിലും നിരന്തരം നടത്തിയ പരിശ്രമവും തൻ്റെ ശ്രമവുമാണ് പെരുമുടിയൂരിൽ ഈ അടിപ്പാത നിർമ്മിക്കാൻ വഴിയൊരുക്കിയതെന്ന് MP പറഞ്ഞു. മെയ് മാസത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കും. ജൂണിൽ പുതിയ അധ്യയന വർഷത്തിൽ അടിപ്പാതയിലൂടെ കുട്ടികൾക്ക് പോകാൻ കഴിയുമെന്ന് MP പറഞ്ഞു. വലിയ ഒരു അപകടാവസ്ഥയാണ്. ഇതിനു മുമ്പ് ഒരു കുട്ടിക്ക് വലിയ അപകടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നാട്ടുകാർ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട അഭ്യുദയകാംക്ഷികൾ, പ്രത്യേകിച്ച് PTA ഭാരവാഹികൾ, കാലാകാലങ്ങളായിട്ട് വരുന്ന ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ശ്രമത്തിനോടൊപ്പം ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ എനിക്കും ശക്തമായി നിൽക്കാൻ കഴിഞ്ഞു. ഒടുവിൽ റെയിൽവേ തീരുമാനിച്ചു ഇവിടെ ഒരു അടിപ്പാത പണിയാൻ. അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി വളരെ സമയബന്ധിതമായി തന്നെ ടെൻഡർ നൽകി അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 3 മാസ കാലയളവിൽ ഇത് പൂർത്തിയാക്കുന്നതാണ് റെയിൽവേയുടെ ഒരു ധാരണ. അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി പതിറ്റാണ്ടുകളുടെ ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമാവുക. VK ശ്രീകണ്ഠൻ MPക്കൊപ്പം PTA ഭാരവാഹികളും മണ്ഡലം കോൺഗ്രസ് പ്രതിനിധികളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലഹരിവേട്ട ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. കഞ്ചാവ് ബീഡികളുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. ദേശമംഗലം കൊണ്ടയൂർ സ്വദേശികളായ ഉണ്ണിയാറ്റിൽപ്പടി വീട്ടിൽ 32 വയസ്സുള്ള ഷിബു, കിഴപ്പാടത്തൊടി വീട്ടിൽ 32 വയസ്സുള്ള സന്ദീപ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ശനിയാഴ്ച വൈകിട്ട് ആറങ്ങോട്ടുകരയ്ക്ക് സമീപം റോഡരികിൽ കഞ്ചാവ് ബീഡി വലിക്കുന്ന സമയത്ത് സംശയം തോന്നിയ SI AR നിഖിൽ പോലീസ് വണ്ടി നിർത്തിയപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവരെ പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് ബീഡിയും ലഭിച്ചിട്ടുണ്ട്. CPOമാരായ വിനീത് മോൻ, ഗിരീഷ്, ഡ്രൈവർ നിതീഷ്, ഹോംഗാർഡ് നാരായണൻകുട്ടി എന്നിവരടങ്ങിയ സംഘമാണ് യുവാക്കളെ പിടികൂടിയത്. ഒരാഴ്ച മുമ്പ് കഞ്ചാവ് വിൽക്കുന്ന ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അംഗൻവാടി ജീവനക്കാരെയും ആശാവർക്കർമാരെയും സമൂഹത്തിന്റെ ജീവനാഡിയായാണ് സർക്കാർ കാണുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU പാലക്കാട് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ പറയാൻ സംഘടനകൾ തയ്യാറാകണമെന്നും സുരേഷ് ബാബു ആവശ്യപ്പെട്ടു. ചില സംഘടനകൾ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ച മറച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ആശാവർക്കർമാരുടെ ഓണറേറിയ പരിധി എടുത്തുകളഞ്ഞതും അംഗൻവാടി ജീവനക്കാരുടെ വേതന കുടിശ്ശിക അനുവദിച്ചതും ഇടത് സർക്കാരാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലേതുൾപ്പെടെ കേന്ദ്രവിഹിതം തടഞ്ഞുവെക്കപ്പെടുകയാണ്. ഇതാണ് ആശാവർക്കർമാരുടെ കാര്യത്തിലും സംഭവിച്ചത്. തൊഴിലാളികളുടെ വേതന വർധനവ് ആവശ്യപ്പെട്ട് എന്നും സമരം ചെയ്തിട്ടുള്ളതും നേടിയെടുത്തിട്ടുള്ളതും ഇടത് സംഘടനകളാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ വണ്ടി കയറി കോയമ്പത്തൂർ പോയ നിങ്ങളെ പോലുള്ള സാധാരണ സഹോദരിമാർക്ക് അവിടെ എന്താണ് ജീവിതം? നിങ്ങളെ പോലെയാണോ? അല്ല. അവരേതെങ്കിലും കാട്ടിലോ മേട്ടിലോ കിടന്ന് ജീവിക്കുന്നവരാണ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവരാണ്. ഇതാണ് രാജ്യത്തിലെ കേരളം ഒഴിച്ച എല്ലാ സംസ്ഥാനങ്ങളുടെയും ഗതി. ആ സ്ഥിതിയിൽ നിന്നും മാറി നിൽക്കുന്നത് കേരളമാണ്. ആ കേരളത്തിലേക്ക് ഈ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിച്ച കാലഘട്ടങ്ങളിലാണ് ഈ കേരളത്തിൽ ഉണ്ടായ എല്ലാ മാറ്റങ്ങൾക്കും അടിസ്ഥാനം.
1957 മുതലുള്ള ഗവൺമെന്റ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, അതായത് EMS സർക്കാർ മുതൽ പിണറായി സർക്കാരിന്റെ 8 വർഷം പിന്നിടുന്ന ഈ സർക്കാർ വരെ 2025 വരെയുള്ള സർക്കാർ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു. 57 സർക്കാർ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, ഭൂപരിഷ്കൃത നിയമം കൊണ്ടുവന്നു. അസോസിയേഷൻ പ്രസിഡന്റ് സാറ ഉമ്മ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സി അംബിക, CITU സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു, ജില്ലാ സെക്രട്ടറി വി സരള, എ തങ്കമണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ ട്രെയിനിന് അടിയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. വടക്കാഞ്ചേരി കൊടുമ്പ് സ്വദേശി 32 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. രാവിലെ 11:45 അപകടം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ 11:45 അതിദാരുണമായ സംഭവമുണ്ടായത്. ട്രെയിനിനടിയിൽപ്പെട്ട യുവാവിൻ്റെ ശരീരം രണ്ടായി മുറിഞ്ഞു. ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ധൻബാദ് എക്സ്പ്രസ് ട്രെയിനിനടിയിൽപ്പെട്ടാണ് യുവാവ് മരിച്ചത്. ഹെവി വാഹന ഡ്രൈവറാണ് 32 വയസ്സുള്ള വടക്കാഞ്ചേരി കൊടുമ്പ് സ്വദേശി മിഥുൻ. സംഭവമറിഞ്ഞ് വടക്കാഞ്ചേരി പോലീസും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, വടക്കാഞ്ചേരി. കൊണ്ടാഴി കരുവാൻപടിയിൽ ഇരുചക്രവാഹനം മരത്തിലിടിച്ച് യുവാവ് മരിച്ചു. മായന്നൂർ സ്വദേശി 19 വയസ്സുള്ള ഗോകുലാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന പഴയന്നൂർ സ്വദേശിയായ യുവാവിന് നിസ്സാര പരിക്കേറ്റു. ശനിയാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ ഗോകുലിനെ പ്രദേശവാസികൾ ചേർന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വാഹനത്തിൽ കൂടെയുണ്ടായിരുന്ന പഴയന്നൂർ സ്വദേശി മഹേഷ് നിസ്സാര പരിക്കുകളോടെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചരക്ക് ലോറി ഡ്രൈവറായ മഹേഷിന്റെ സഹായിയാണ് ഗോകുൽ. ലോറി വടക്കാഞ്ചേരിയിൽ നിർത്തിയ ശേഷം ഇരുവരും ഇരുചക്രവാഹനത്തിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലത്തെ പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കൺവെൻഷനും അനുസ്മരണ സമ്മേളനവും നടന്നു. JRJ കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ പുക്കാസ സംസ്ഥാന ട്രഷറർ TR അജയൻ ഉദ്ഘാടനം ചെയ്തു. മുമ്പൊക്കെ ഇത്രയും ഏറെ ആളുകൾ ഇരുന്നാൽ അത് ഒരേ തരത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറുമായിരുന്നു. നിർഭാഗ്യവശാൽ ഭാരതത്തിലെ നിരന്തരമായ ഫാസിസ്റ്റ് ശക്തികളുടെ ഇടപെടൽ മൂലം ഇന്ന് ഇത്രയും ആളുകൾ ഒന്നിച്ചിരുന്നാൽ പോലും അത് പലതരത്തിൽ ചിന്തിക്കുന്ന ഒരു ആൾക്കൂട്ടം മാത്രമായി മാറുന്നു എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. നമ്മുടെ ഭാഗത്തുള്ള അർത്ഥം ഒരു വിപരീതമായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചരിത്രവും സംസ്കാരവും എല്ലാം ശിക്ഷാസനത്തിലെത്തുന്ന ഒരു കാലഘട്ടമായിട്ട് നമ്മുടെ മാറി. കൺവെൻഷനിൽ മേഖലാ പ്രസിഡന്റ് DB രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി U ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. MT വാസുദേവൻ നായർ അനുസ്മരണം, ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ജനസംഗീത സഭാ പ്രസിഡന്റും വിപ്ലവഗായകനും നാടൻപാട്ട് ഗവേഷകനുമായ M ശിവശങ്കരൻ മാസ്റ്ററെ ഡോക്ടർ CP ചിത്രഭാനു അനുസ്മരിച്ചു. E രാമചന്ദ്രൻ, ആര്യൻ T കണ്ണനൂർ, മഞ്ഞളൂർ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹം അതീവ ജാഗ്രത ആവശ്യപ്പെടുന്ന കാലഘട്ടമാണിതെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഊർജ്ജ സംരക്ഷണ യജ്ഞം സംഘടിപ്പിച്ചു. ശാസ്ത്ര പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഞാനടക്കമുള്ള ആളുകൾ പോലും സോളാറിന് കിട്ടിയിട്ടില്ല. എന്നാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോലും ആലോചിക്കുന്നത്. അങ്ങനെ ഇടപെടുമ്പോഴാണ് നമ്മുടെ നാട് പണം കൊടുത്ത് കൂടുതൽ പൈസ കൊടുത്താണ് സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കുന്നത്. അതിൽ നിന്ന് മാറാൻ വേണ്ടി ഇതേപോലുള്ള ഓരോ സംഘടനകളും ഇടപെടുമ്പോഴാണ് നമുക്ക് മെച്ചപ്പെട്ട ഈ മേഖലയിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. ആഗോളതാപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ഹരിതകൃത വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ഊർജ്ജ സംരക്ഷണ യജ്ഞം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PA യൂസഫ് അധ്യക്ഷത വഹിച്ചു. KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C പ്രദീപൻ ഊർജ്ജ സംരക്ഷണ സന്ദേശം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി, KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS സുജിത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ TV ദേവദാസ് സ്വാഗതവും
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി ടി നീലകണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരിസ്ഥിതി സൗഹൃദത്തിന്റെ പുത്തൻ മാതൃക സൃഷ്ടിച്ച് പറളി കിണാവല്ലൂർ രാജൻ ബാബു മെമ്മോറിയൽ ഗ്രന്ഥശാല സമ്പൂർണ്ണ ഹരിത വായനശാലയായി പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി നിർവഹിച്ചു. സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മാലിന്യമുക്ത നവകേരളം എന്ന ജനകീയ ക്യാമ്പയിന്റെ ആത്മാസത്തെ ഉൾക്കൊണ്ട് പറളി ഗ്രാമപഞ്ചായത്തിൽ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കിണാവല്ലൂർ രാജൻ ബാബു മെമ്മോറിയൽ ലൈബ്രറി വായനശാല എക്സിക്യൂട്ടീവ് അംഗം വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ടി കെ രമേശ് ഹരിത മിഷന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. പറളി പഞ്ചായത്ത് വിഇഒ വിമൽ ലാൽ, ഹരിത മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ഹരിത പ്രോട്ടോകോളിന്റെ പകർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവിയിൽ നിന്ന് വായനശാല പ്രസിഡന്റ് പി സി ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി. വായനശാല ലൈബ്രറിയൻ വേണുഗോപാൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി രവീന്ദ്രനാഥ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. AITUC കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് തല സമ്മേളനം കേരളശ്ശേരിയിൽ സംഘടിപ്പിച്ചു. തടുക്കശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംഘടനാ ജില്ലാ ട്രഷറർ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ബിൽഡിംഗ് കെട്ടിയാൽ 10 ലക്ഷത്തിന്റെ ബിൽഡിംഗ് കെട്ടിയാൽ 1% സെസ് പഞ്ചായത്തിൽ അടക്കണം. 10,000 രൂപ 10 ലക്ഷത്തിന്റെ ഒരു ബിൽഡിംഗ് കെട്ടിയാൽ 10,000 രൂപ അതിന്റെ സെസ് പഞ്ചായത്തിൽ അടക്കണം. അങ്ങനെ ഈ ക്ഷേമനിധി ബോർഡിനെ ശക്തിപ്പെടുത്തണം, കാര്യക്ഷമമാക്കണം, ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകണം. അങ്ങനെ അതിനു വേണ്ടിയാണ് AITUC ആദ്യമായി ഈ മേഖലയിൽ സമരരംഗത്തേക്ക് വന്നത്. ചെറുകിട ക്വാറികളെ പ്രവർത്തിക്കാൻ അനുമതി നൽകി നിർമ്മാണ മേഖലയെ സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരളത്തിലെ പുഴകളിൽ നിന്നും മണലെടുക്കുന്നതിനുള്ള അനുമതി നൽകുക, ഇഷ്ടിക കളങ്ങൾക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തനാനുമതി നൽകുക, വൻകിട ക്വാറി മുതലാളിമാരെ സംരക്ഷിക്കുന്ന നിലവിലെ നിയമങ്ങൾ മാറ്റുക, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യുക, സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക, പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. തടുക്കശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സി മണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ഇ പി രാധാകൃഷ്ണൻ, കെ എൻ ദേവദാസ്, സുനിത PC, ശ്യാമിനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബയോബിൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം കെ രാധാമോഹൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അംഗം വി വിനിത, പഞ്ചായത്ത് അംഗങ്ങളായ MR രജിത, സി അനിത, വിഇഒമാരായ സതീഷ് കുമാർ, ജിമ്മി ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രവർത്തിക്കാനാകാതെ നോക്കുകുത്തിയായി നിൽക്കുകയാണ് ലക്കടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ 24ാം നമ്പർ അംഗൻവാടി. 2019 12 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണി മൂലം അടഞ്ഞുകിടക്കുകയാണ്. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം കെട്ടിടം സുരക്ഷിതമല്ലാത്തതിനാൽ നിലവിൽ സമീപത്തെ വാടക കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. 17 കുട്ടികൾ ഇവിടെയുണ്ട്. വാടക കെട്ടിടത്തിൽ സ്ഥലസൗകര്യം കുറവാണെന്ന പരാതിയുമുണ്ട്. കെട്ടിടം താഴ്ചയിലായതിനാൽ കെട്ടിടത്തിന്റെ 3 ഭാഗവും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കെട്ടിടത്തിന്റെ കയ്യെത്തും ദൂരത്ത് ഒരു ഭാഗം മണ്ണ് വിണ്ടുകീറി വീഴാറായി നിൽക്കുന്നുണ്ട്. മഴക്കാലമായാൽ ഏറെ ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത്. സുരക്ഷിതമല്ലെന്ന് കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ജൂണിലാണ് വാടക കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റിയത്. വാടക കെട്ടിടത്തിലേക്ക് മാറ്റി 10 മാസം കഴിഞ്ഞിട്ടും ഇനിയും പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടില്ല. വീഴാറായ മൺതിട്ടകൾ മാറ്റി സുരക്ഷയൊരുക്കിയാൽ അംഗനവാടി ഇവിടെ തന്നെ പ്രവർത്തിക്കാനാകും. കെട്ടിടത്തിന്റെ 3 ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമായതിനാൽ കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകിയതും തെറ്റാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇക്കാര്യം പലതവണ ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉന്നയിച്ചതായും മണ്ണ് മാറ്റി സുരക്ഷയൊരുക്കാൻ വലിയൊരു തുക വേണ്ടിവരുമെന്നും അധികാരികൾ പറഞ്ഞെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മോനിഷ STVയോട് പറഞ്ഞു. 4ാം നമ്പർ അംഗൻവാടി 2019-ലാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. 5 വർഷത്തോളം പ്രവർത്തിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ജൂണിലെ നല്ല കാറ്റിലും മഴയിലും മണ്ണിടിച്ചിലും മൂലം കുട്ടികളെ അവിടെ ഇരുത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് കുട്ടികളെ താമസിച്ചിരിക്കുന്നത്. 10 മാസത്തോളമായി നമ്മുടെ കുട്ടികൾ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. പലതവണ ഭരണസമിതിയിൽ ഉന്നയിച്ചുവെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കെട്ടിടത്തിലേക്ക് തന്നെ മാറ്റിത്തരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കണമെന്നാണ് പറയാനുള്ളത്. മഴക്കാലത്തിന് മുൻപ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച ഈ കെട്ടിടം മണ്ണിടിഞ്ഞ് പൂർണ്ണമായും നശിക്കാനാണ് സാധ്യത. അധികൃതർ അടിയന്തര നടപടിയെടുക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വരയഴക് തെരുവോര ചിത്രരചനയോടെ ഒരാഴ്ച നീളുന്ന അന്താരാഷ്ട്ര വനദിനാചരണ പരിപാടികൾക്ക് പാലക്കാട് തുടക്കം. പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ നേതൃത്വത്തിൽ കോട്ടയിലാണ് വരയഴക് സംഘടിപ്പിച്ചത്. മെഗാ സ്ക്രീനിലെ ചിത്രരചന പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു.
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ അന്താരാഷ്ട്ര വനദിനാചരണ പരിപാടികൾ വിശദീകരിച്ചു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി വിവേക്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് ജില്ലയിലെ 20-ലധികം ചിത്രകാരന്മാർ പങ്കെടുത്തു. 35 മീറ്റർ നീളത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിലാണ് പെയിന്റ് ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലിനും പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് VC സന്തോഷിനും പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. മാരാർജി സ്മൃതി മന്ദിരത്തിലായിരുന്നു പരിപാടി. BJP മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുറച്ച് ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള അതിന്റെ സംഘടനാ പ്രവർത്തനം, സംഘടനാ രൂപീകരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു മാറ്റം ഇത്തവണ ഉണ്ടായിട്ടുള്ളത് 14 ജില്ലകൾ ഉണ്ടായിരുന്നത് ഇത്തവണ അത് 30 സംഘടനാ ജില്ലകളായി മാറി എന്നുള്ളതാണ്. സംഘടനയുടെ വികാസം ഉറപ്പുവരുത്തുന്നതിനും സംഘടനാ പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്നതിനും താഴെത്തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും ഈ തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിയോജകമണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ബാബു പൂക്കാട്ടിരി, PT വേണുഗോപാൽ, C അനിൽകുമാർ, അനൂപ്, പുഷ്പലത, സുമാ സത്യൻ, ലതാ മണികണ്ഠൻ, ഗോപിദാസൻ, സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചേലക്കര അന്തിമഹാകാളൻ വേലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി വേല കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 22-നാണ് വെടിക്കെട്ടിനും കാളവേലയ്ക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ചേലക്കര അന്തിമഹാകാളൻ വേല. നമ്മൾ അന്തിവാളങ്കാവ് വേല ഈ വർഷത്തെ സാധാരണ എല്ലാവർക്കും ഈ വേല എന്ന് പറഞ്ഞാൽ ഒന്നും 22-23 മാത്രമാണ് എന്നുള്ളൊരു വിചാരമാണ് ജനങ്ങൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളൂ. പക്ഷെ വേല എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസത്തെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചടങ്ങുകളും ആചാരങ്ങളുടെ ഭാഗമായി അവസാനം വരുന്ന ഇതാണ് 22-23 വരുന്നത്. അപ്പോൾ ഈ വേലയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ കുംഭം 1 വെടിപൊട്ടുക എന്നുള്ള ചടങ്ങോട് കൂടിയിട്ടാണ്. അതായത് ഫെബ്രുവരി 13-നാണ് ഈ വെടിപൊട്ടുക എന്ന് പറഞ്ഞാൽ അതോട് കൂടിയിട്ടാണ് വേലയുടെ ആഘോഷങ്ങൾ ചടങ്ങുകൾ തുടങ്ങുന്നത്. ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വെടിക്കെട്ട് ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഭാരവാഹികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ വെടിക്കെട്ട് നടത്താത്തതിനെ തുടർന്ന് വെടിക്കെട്ട് പ്രേമികളായ ആളുകളെ നിരാശപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. ഇത്തവണ അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല നിയമനം ലഭിക്കുമെന്നാണ് വേല കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്. വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ PK, ചേലക്കര ദേശം സെക്രട്ടറി TA കേശവൻകുട്ടി, കൺവീനർ ഹരിനാരായണൻ, കുറുമല ദേശം പ്രസിഡന്റ് ഗോപൻ നമ്പ്യാർ, വെങ്ങാനല്ലൂർ ദേശം പ്രസിഡന്റ് ജിതേഷ് കാളത്ത്, കുറുമല ദേശം സെക്രട്ടറി കൃഷ്ണൻകുട്ടി, പങ്കാരപ്പള്ളി ദേശം പ്രസിഡന്റ് PK സുനിൽ, തോന്നൂക്കര ദേശം പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സാഹോദര്യത്തിന്റെ സൗഹാർദ്ദ സന്ദേശമുയർത്തി പറളിയിൽ സൗഹൃദ ഇഫ്താർ സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു വിരുന്ന് ഒരുക്കിയത്. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി ഇഫ്താർ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് സലീം മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹിയുദ്ദീൻ ഇഫ്താർ സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് ജി, പ്രീത ടീച്ചർ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PD ശശികുമാർ, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി മോഹൻദാസ് പറളി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ശശിജ, പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുപ്രിയ ഓടന്നൂർ, പുഷ്പലത ടീച്ചർ, ചിന്നൻ നായർ എടത്തറ, സുചിത്ര ടീച്ചർ, ഗോവിന്ദൻ നായർ, ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ ഹസൻ നദ്വി സമാപന പ്രസംഗം നടത്തി. ഏരിയ വൈസ് പ്രസിഡന്റ് TA സിദ്ദീഖ് മാസ്റ്റർ സ്വാഗതവും മുഹമ്മദ് അലി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കടുത്ത വേനലും മുസ്ലിം സമുദായത്തിന്റെ നോമ്പും വന്നതോടെ പഴവർഗ്ഗങ്ങൾക്ക് വില ഇരട്ടിയായി. തണ്ണിമത്തനാണ് വലിയ ഡിമാൻഡ്. കിലോയ്ക്ക് 20 രൂപയിൽ നിന്ന് 40 രൂപയിൽ എത്തി നിൽക്കുകയാണ് തണ്ണിമത്തൻ. ചെറുതുരുത്തിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ പഴവർഗ്ഗങ്ങൾ തേടിപ്പോകുന്നവരാണ് അധികവും. കടുത്ത വേനലും നോമ്പും വന്നതോടെ വൻ ഡിമാൻഡാണ് പഴവർഗ്ഗങ്ങൾക്ക്. വേനൽക്കാലത്ത് അധികവും ആളുകളും ഇഷ്ടപ്പെടുന്നത് തണ്ണിമത്തനെയാണ്. മഞ്ഞ തണ്ണിമത്തനാണ് തണ്ണിമത്തനുകളുടെ രാജാവ്. മുൻകാലങ്ങളിൽ കിലോവിന് 20 രൂപയുണ്ടായിരുന്ന തണ്ണിമത്തന്
40 രൂപ വരെ വർദ്ധിച്ച് ഇരട്ടിയായി നിൽക്കുകയാണ്. റമദാൻ മാസം വേനലും ഒരുപാട് ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് നമുക്ക് കച്ചവടം കുഴപ്പമില്ലാണ്ട് പോകണം. പിന്നെ എല്ലാ ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റമദാനായിട്ട് നമുക്ക് ചിലവുള്ളത് തണ്ണിമത്തനാണ്. തണ്ണിമത്തിൽ തന്നെ ഒരു 4 വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ എല്ലാ ഐറ്റം ഫ്രൂട്ട്സും ഇപ്പോൾ കിട്ടുന്നുണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. ആപ്പിൾ, കറുത്ത മുന്തിരി, പച്ചമുന്തിരി, റംബുട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ഓറഞ്ച്, സപ്പോട്ട, ഊട്ടി മാമ്പഴം, ചോളം, പൈനാപ്പിൾ, ചെറുപഴം, പൂവൻപഴം, ഇളനീർ എന്നിവയ്ക്കും വൻ ഡിമാൻഡാണ്. പഴവർഗ്ഗങ്ങൾ അധികവും തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നുണ്ടെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പഴവർഗ്ഗങ്ങൾ എത്തുന്നുണ്ട്. 60 രൂപയുണ്ടായിരുന്ന പൈനാപ്പിളിന് 80 രൂപയിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ കടയുടമകൾക്ക് ലഭിക്കുന്നതനുസരിച്ച് വില മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ എന്നാണ് കട ഉടമകളുടെ വാദം. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിന് മാത്രമേ വില കിട്ടും. പൈനാപ്പിൾ 60 രൂപ ഉണ്ടായിരുന്നു ഈ നോമ്പിൻ്റെ മുന്നേ. അതിപ്പോൾ നോമ്പായപ്പോൾ 20 രൂപ കയറിയുണ്ട്. 80 രൂപയ്ക്ക് എത്തിയിട്ട് പൈനാപ്പിൾ. വേറെ വില അങ്ങനെ കയറിയില്ല, സാധാ നോർമൽ വില. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പരുത്തിപ്ര TMS LP സ്കൂളിൽ പഠനോത്സവം നടന്നു. SSG പ്രതിനിധി അബൂബക്കർ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് പരുത്തിപ്ര TMS LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചത്. 2024-25 അക്കാദമിക വർഷത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു. SSG പ്രതിനിധി അബൂബക്കർ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ പഠനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നിട്ടാണ്. നിങ്ങൾ പഠനോത്സവം നടന്നില്ലേ? പഠനം ഒരു ഉത്സവമായിട്ട് നിങ്ങൾ ഒരു കൊല്ലത്തെ പഠനത്തിന്റെ ഉത്സവമായിട്ട് നിങ്ങൾ ആഘോഷിക്കുകയാണ്. ആ ഉത്സവത്തിലെ അതിഥികളായിട്ട് വന്ന ആളുകളാണ് ഞങ്ങൾ. അവിടെ ഞങ്ങളെ ലാബിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ചെയ്ത് പ്രധാനാധ്യാപിക രാധാമണി സ്വാഗതം പറഞ്ഞു. ഗണേശ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ പരീക്ഷണങ്ങളും പ്രദർശനങ്ങളും വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കല്ലേക്കാട് VMUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ചാമക്കാട് മാതൃസദനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാദിഖ് ബാഷ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, BRC കോർഡിനേറ്റർ രുക്മിണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക നയന സ്വാഗതവും മുതിർന്ന അധ്യാപിക KC രൂപ നന്ദിയും പറഞ്ഞു. നിരവധി രക്ഷിതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളുടെ പഠന മികവുകൾ വേദിയിൽ അരങ്ങേറി. അറബി ഭാഷാ പ്രദർശന സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാറ്റുലി. ലഹരിക്കടത്ത് ഒരുമിച്ച് തടയാൻ പോലീസും എക്സൈസും തീരുമാനിച്ചിരിക്കുന്നു. ഈ നീക്കം എത്രമാത്രം ഫലപ്രദമായിരിക്കും? മാറ്റുലിയിലേക്ക്. D4 ഹണ്ട്, അതുപോലെ തന്നെ യോദ്ധാവ്, എക്സൈസിൻ്റെ അങ്ങനെ നിരവധിയായ ഫോൺ നമ്പറുകൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ്. പക്ഷേ ഇതിലേക്ക് വിളിച്ചു പറയുന്നവർ വളരെ വിരളമാണ്. അഥവാ വിളിച്ചു പറഞ്ഞാൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമ്പോൾ അവരെ ജാമ്യത്തിനെടുക്കുവാൻ അതായത് പ്രധാനപ്പെട്ട പാർട്ടികളുടെ ആളുകൾ തന്നെ വരുന്നു എന്ന് പറയുന്നത് വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടാൽ അവൻ ശിക്ഷ നേടട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് വേണ്ടത്. കഞ്ചാവുമായോ MDMAയുമായോ അതുപോലെ തന്നെ ഒരു സിന്തറ്റിക് ലഹരിയുമായിട്ട് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ആ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് വേണ്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എൻ്റെ പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞ് ലഹരി വിൽപ്പനക്കാരനെ സഹായിക്കുന്ന ഒരവസ്ഥ നാട്ടിൽ ഇനിയും തുടരുകയാണെങ്കിൽ ലഹരി വ്യാപനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പോലീസും നിയമപാലകരും എക്സൈസും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ലഹരി മാഫിയകളെ പിടികൂടാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏതാനും
കരിയർമാരെ മാത്രമാണ് ഇപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഖേദകരമാണ്. ഈ കരിയർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം പോലീസിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ, അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ നാട് ഈ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലഹരിക്കെതിരെ പോലീസും എക്സൈസും ഒരുമിച്ച് പോരാടുന്നത് നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഒന്നടങ്കം തന്നെ ഒറ്റക്കെട്ടായി ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തമാക്കിയാൽ തന്നെ നമ്മുടെ നാടിൽ നിന്നും ഈ ലഹരി എന്ന മഹാവിപത്ത് തുടച്ചു നീക്കാൻ പറ്റുകയുള്ളൂ. കേരളത്തിലെ ലഹരി മാഫിയയെ പിടിക്കുന്നതിന് വേണ്ടി പോലീസും എക്സൈസും സംയുക്തമായിട്ട് വ്യാപക പരിശോധന നടത്തും എന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. എന്നാൽ വെറുതെ പേരിന് മാത്രമായ സംയുക്ത പരിശോധന നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ കാരിയേഴ്സിനെ പിടിച്ചതുകൊണ്ടോ ഇത് എവിടെയും എത്തിച്ചേരുന്നില്ല. ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി ആ ഉന്മൂലനം ചെയ്യേണ്ടതാണ് സംയുക്തമായി ചെയ്യേണ്ടത്. കാരിയേഴ്സിനെ മാത്രം പിടിച്ചതുകൊണ്ട് ലഹരി വ്യാപനം തടയാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. പോലീസും ഈ പറയുന്ന എക്സൈസും സംയുക്തമായി കൊണ്ട് ഇതിൻ്റെ ഉറവിടത്തിലേക്ക് തന്നെ എത്തിയാൽ മാത്രമേ ലഹരി വിപത്ത് നമുക്ക് തടയാൻ ആവുകയുള്ളൂ. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസിനെ താക്കീതുമായി മുഖ്യമന്ത്രി. ക്രിമിനൽ സ്വഭാവമുള്ളവരുമായി ഒരു കാരണവശാലും കൂട്ടുകൂടരുത്. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർദ്ദേശം തൃശൂരിൽ നടന്ന സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് പ്രധാന പരിഗണനയെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. പാലക്കാടിന്റെ റെയിൽവേ വികസനത്തിനായി നടത്തുന്നത് വലിയ പരിശ്രമം. പിറ്റ് ലൈൻ പദ്ധതി പൂർത്തിയാകുന്നതോടെ ജില്ലയിൽ റെയിൽവേ വികസനത്തിൽ കുതിപ്പുണ്ടാകുമെന്നും MP. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെ വികസന പ്രവൃത്തികളും പെരുമുടിയൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണ പുരോഗതിയും MP സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. അടിപ്പാത മെയ് മാസത്തിൽ യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാനാകുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ. അതിദരിദ്ര പട്ടികയിൽ ഇന്ത്യ 106ാം സ്ഥാനത്താണെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം ബഹുദൂരം മുന്നിലാണെന്ന് കെ. രാധാകൃഷ്ണൻ MP. കേരളം ഭരിക്കുന്നത് വികസന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സർക്കാർ. പാലക്കാട്ട് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ സമ്മേളനം. അംഗനവാടി ജീവനക്കാരെയും ആശാവർക്കർമാരെയും സമൂഹത്തിന്റെ ജീവനാഡിയായാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ചില സംഘടനകൾ കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു. അവകാശ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ എന്നും നിന്നിട്ടുള്ളത് ഇടത് സംഘടനകളാണെന്നും EN സുരേഷ് ബാബു. പാലക്കാട്ട് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ. വടക്കാഞ്ചേരിയിൽ ട്രെയിനിനടിയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വടക്കാഞ്ചേരി കൊടുമ്പ് സ്വദേശി 32 വയസ്സുള്ള മിഥുൻ. കൊണ്ടാഴി കരുവാൻപടിയിൽ ഇരുചക്രവാഹനം മരത്തിലിടിച്ച് മായന്നൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണി. ലക്കിടിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം നോക്കുകുത്തി. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം 12 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം അടഞ്ഞുകിടക്കുന്നത് പഞ്ചായത്തിലെ 9ാം വാർഡിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.